പലപ്പോഴും വളരെ വലിയൊരു സ്വപ്നമായിരുന്നു. അതിലേക്കാണ് മന്ത്രിസ്ഥാനമൊക്കെ വരുവും പോകും. നിയുക്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഭാര്യ മാധ്യമങ്ങളെ കാണുന്നത് അതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയും നാളും അധ്വാനിച്ചതിന്റെ ഒരു ഫലം, അംഗീകാരം, അത്രയേ ഉള്ളൂ. എനിക്കോ ഒരിക്കലുമില്ല. ഞങ്ങൾ വളരെ കുറച്ച് സമയങ്ങളിലേ ഒന്നിച്ചുണ്ടായിട്ടുള്ളൂ. ഒരു പ്രധാനപ്പെട്ട സമയങ്ങളിലും നമ്മുടെ ലൈഫിൽ ഹസ്ബൻഡിന് നമ്മുടെ കൂടെ ഉണ്ടാകാൻ പറ്റിയിട്ടില്ല. ഒന്ന് പുള്ളിയുടെ പൊതുപ്രവർത്തനം, എൻ്റെ സർവീസും രണ്ടും ഉണ്ട്. ഈ ഒരു കുടുംബനാഥനിൽ നിന്നും അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ നേതാവിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്ക് വലിയ ഉത്തരവാദിത്തത്തിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും കുടുംബത്തിന്റെ ഒരു പിന്തുണയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു യാതൊരു തടസ്സങ്ങളും ഉണ്ടാകത്തില്ല. ഇന്നുവരെയും ആ രീതിയിൽ ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകുന്നു. ഇനി അങ്ങനെ തന്നെ പോയിരിക്കും. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നമ്മൾ പള്ളിക്ക് കൊടുത്തിരിക്കും. ഒരു കാലഘട്ടത്തിൽ ബി ജെ പി ആവാൻ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ മടിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ജോർജ് കുര്യൻ BJP ആവുന്നത്. അന്ന് സ്വന്തം കുടുംബാംഗങ്ങൾ, ഒരുപക്ഷെ മേഡത്തിലേക്ക് മുന്നേ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും അദ്ദേഹത്തെ കൂടെ അല്ലെങ്കിൽ BJP ചേർന്നതിനെ പരിഹസിച്ചിരുന്ന കാലഘട്ടം. അവിടെ നിന്ന് ഒരുപാട് ത്യാഗം സഹിച്ചാണ് ഇപ്പൊ ഈ സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ഹസ്ബൻഡിനോട് ചോദിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. കാരണം ഞാനും രാജ്യസേവനം ചെയ്ത ഒരാളാണ്, ഇന്നും രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. അപ്പം നമ്മളൊരു സമൂഹ സേവനം എന്നുള്ളത് ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അവസാനം വിളിച്ചു എന്ന് പറഞ്ഞാൽ രാവിലെ അവിടെ എത്തി, ഡൽഹി എത്തി എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ അധികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാറില്ല. അത് നിങ്ങൾക്ക് കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതം ഞാൻ ഇവരുടെ കൂടെ കൂടിയപ്പോൾ മുതൽ കാണുന്ന ഒരേ ഒരു ഫീൽഡ് ഇതാണ്, ഈ സേവനമാണ് പുള്ളിയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കതിന് വലിയൊരു പ്രാധാന്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇപ്പം മന്ത്രി ആയതുകൊണ്ട്. വലിയതെന്നല്ല, 100%. അതാണ്. തുടർന്നും അവർക്ക് ദൈവം അതിനുള്ള അനുഗ്രഹങ്ങൾ നൽകട്ടെ. എല്ലാം ദൈവനിശ്ചയമാണ്, നമ്മളുടെ ഒന്നും കയ്യിലുള്ള കാര്യങ്ങളല്ല. എല്ലാം ഇല്ല, വിളിച്ചില്ല. അവര് രാത്രിയിലാണ് വിളിക്കുന്നത്. സൂചന എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജനിച്ച കാലം മുതൽ അവർ കാണുന്ന അവരുടെ ഫാദർ ഈ ഫീൽഡിലാണ്. അവരെക്കാളും കൂടുതൽ പപ്പ സ്നേഹിക്കുന്ന നിയുക്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഭാര്യ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.